എന്തോ ശബ്ദം കേൾക്കുന്നേ? എന്താ അമ്മ പ്രശ്നം? നേരാണോ മായ അമ്മ പറയുന്നേ? മായ നീയൊന്ന് ഇങ്ങോട്ട് വന്ന് നിന്നെ കാണാൻ ആരാ വന്നേന്ന് നോക്ക്. എന്താ അമ്മേ നമ്മൾ ചെയ്യാ? എന്തെങ്കിലും ഞാൻ ചെയ്യും. അവളിങ്ങനെ വെറുതെ വിടും നമ്മ വിചാരിക്കണ്ട. എത്ര നശിച്ചാലും നശിക്കാത്തൊരു ജന്മായി പോയല്ലോ മോളെ അവളെ. നമ്മൾ എന്താ ചെയ്യാ? എന്തെങ്കിലും നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ചിലതൊക്കെ ഞാൻ മനസ്സിൽ കണ്ടിട്ടുണ്ടമ്മേ. എല്ലാം അതുപോലെ നടന്ന ഞാൻ എല്ലാം പറയാം. ഇത് നോക്ക്, 1 മാസത്തെ പൈസ ഇതിലുണ്ട്. ഇവിടെ ജോലിക്ക് വരാത്ത ഒരു ബുദ്ധിമുട്ടും നീ അറിയില്ല. 1 മാസം കഴിഞ്ഞ് നീ വന്നാ മതി. അതെന്തു പറ്റി സാറേ? എന്റെ ജോലി സാറിന് ഇഷ്ടായില്ലേ? അതൊന്നല്ല, ഇവിടെ കുറച്ച് ആഴ്ച പണികളുണ്ട്. അതുകൊണ്ടാ. നീ എന്തായാലും ഈ പൈസ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ. 1 മാസം കഴിഞ്ഞിട്ട് വന്നാ മതി. പിന്നെ പോകുന്ന കാര്യം ആരോട് പറയാൻ നിൽക്കട്ടെ, കേട്ടല്ലോ? ആ ശരി സാർ. മായ മേഡത്തോടൊന്ന് പറഞ്ഞിട്ട്. അയ്യോ വേണ്ട വേണ്ട, അവളെങ്ങാനും അറിഞ്ഞാൽ നിന്നെ വീടില്ല. നീ എന്തായാലും 1 മാസം കഴിഞ്ഞിട്ട് വാ. ശരി സാർ. എന്നാ സാറിന്റെ മനസ്സിൽ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. അല്ലാതെ സാർ എന്നോട് പോവാൻ പറയില്ല. എന്തായാലും 1 മാസം കഴിഞ്ഞ് വരാം. ഇനിയാ ചന്ദ്രമുഖി ചേച്ചി നിങ്ങളെ കഷ്ടകാലം തുടങ്ങാൻ പോകുന്നേ. അതെ, ആരും വന്നിട്ടൊന്നുമില്ല. അങ്ങനെ പറയാതെ നീ വരില്ല, അതുകൊണ്ടാ. മായേ, നിനക്ക് അസുഖങ്ങളൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ കുറവുണ്ടോ? എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. അയ്യോ, എന്തു പറ്റി മായേ? നീ ഇങ്ങോട്ട് ഇരുന്നേ വാ. മായേ, ഇപ്പൊ എങ്ങനെയുണ്ട്? നിനക്ക് വേദനിക്കുന്നുണ്ടോ? 1 മിനിറ്റ്. അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ, ഒന്ന് വേഗം വാ. അമ്മ നോക്കി, മായന്റെ കാലിന് എന്തോ പറ്റിയെന്ന്. എന്ത് വേണമെന്നോ? നിങ്ങൾ അവളുടെ കാലൊന്ന് ഒഴിഞ്ഞു കൊടുക്ക്. മായ, നീ ഒന്നും മിണ്ടാതിരുന്ന 1 മിനിറ്റ്. അപ്പൊ അമ്മ ചെയ്തു കൊടുക്കില്ല. എന്ന് 1 മിനിറ്റ് അമ്മേ. മറിയാമ്മ സാറൊന്ന് വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ. അങ്ങനെ പറയാമേ. ഞാൻ വിചാരിച്ചു അമ്മയ്ക്ക് എന്താ പറ്റിയെന്ന്. ഇവരോടൊക്കെ എങ്ങനെ പ്രതികാരം വീട്ടിയിട്ടേ കാര്യമുള്ളൂ. എന്നോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണോ അമ്മ വന്നത്? അല്ലേ എന്നോടുള്ള വെറുപ്പ് കൊണ്ടോ? ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ. അമ്മ ഒന്ന് നിന്നേ. അമ്മേ, ജോലിക്കാരി പോയത് അമ്മ അറിഞ്ഞിട്ടുണ്ടാവല്ലോ. വീടൊക്കെ അലങ്കോലായി കിടക്ക. അമ്മ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കോ. നീയൊന്നും മിണ്ടാതിരുന്ന നിനക്ക് വയ്യാഞ്ഞിട്ടല്ലേ? എല്ലാ അമ്മയും നമ്മളൊന്നും ചെയ്യിപ്പിക്കാറില്ലല്ലോ. അമ്മ എന്നാ ചെല്ല്, കൊറേ പണികളുണ്ട്. നിങ്ങളുടെ സന്തോഷം അധികം നാൾ നീണ്ടു നിൽക്കില്ല. നിങ്ങൾ നോക്കിക്കോ. എന്തിനാ അമ്മ അവളെ വിളിച്ചേ? എന്താ അമ്മ പറയുന്നേ? അതേ മോളെ, നമുക്കിട്ടുള്ള തിരിച്ചു പണി അവര് തുടങ്ങി മോളെ. എന്റെ മുഖം കണ്ട വിറച്ചോടുന്നോളാ. അങ്ങനത്തെ അവളുടെ കാല് ഞാൻ പിടിച്ചിരിക്കുന്നു. ഇതിലും വരെ നാണക്കേട് എനിക്ക് എന്തുണ്ട് വേറെ? എന്നാലും കാല് വരെ പിടിപ്പിക്കാൻ മാത്രം അവരായോ അമ്മേ? ആ മോളെ, എന്നെ കണ്ട കിടുകിട വിറച്ചിരുന്നോളാ. ഇപ്പൊ എന്റെ പട്ടിയുടെ വില പോലും അവൾക്കില്ല. അമ്മേ, ഒന്നിങ്ങോട്ട് വന്നേ. വിളിക്കാനുള്ള സമയമായി. ഇനി ഒട്ടും വൈകിച്ചൂടാ. ആമേ വിളിച്ചു. ഇവിടെ നോക്കമ്മേ, മുഴുവൻ പൊടിയാ. ഈ പൊടി ഇങ്ങനെ കണ്ടാലേ മായക്ക് അലർജിയാ. അതുകൊണ്ട് അമ്മ ഇവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം അമ്മേ. അമ്മ
കോളനിയിലുള്ള സമയത്ത് എല്ലാ വീട്ടിലും പോയി ഇതൊക്കെ ചെയ്തിരുന്നതല്ലേ അമ്മേ. പിന്നെ ഇപ്പൊ എന്താ അമ്മ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി മായക്ക് അസുഖമായത് കൊണ്ടല്ലേ എല്ലാം അമ്മേനെ കൊണ്ട് ചെയ്യിപ്പിക്കോ. ആ ശരി അമ്മ, എന്നാ നല്ലോണം വൃത്തിയായിക്കോട്ടെ കേട്ടോ. ആ അമ്മേ, പിന്നെ തുടച്ചു കഴിഞ്ഞാ പറയണേ, വേറെ പണിയുണ്ട്. ഇന്നത്തേക്ക് ഇത് മതി. കഴിഞ്ഞ അമ്മേ. അതെ, കുറച്ച് അലക്കാനുണ്ടേ, വാഷിംഗ് മെഷീൻ കേടാ, അതാ അമ്മേ. ആ മതിയമ്മേ, തിരക്കൊന്നുമില്ല. അമ്മ മെല്ലെ മെല്ലെ ചെയ്താ മതി. ചന്ദ്രമുഖി ആരാന്ന് നിനക്ക് അറിയില്ല. എല്ലാത്തിനും ഒരു പരിഹാരം ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. അമ്മയ്ക്കറിയോ ബഡാ സാബ്? അയാൾ വരും അമ്മേ, അയാൾ വരും. ഈ മായയൊക്കെ നിമിഷ നേരം കൊണ്ട് അയാൾ ഇല്ലാതാക്കും. അയാൾ വരും അമ്മേ, ഞാൻ വിളിച്ച് എവിടെയാണെങ്കിലും അയാൾ വരും. 2 days, അതിനുള്ളിൽ അയാൾ ഇവിടെ എത്തിയിരിക്കും. അല്ല, ആരാ മോളെ അയാള്? അയാളെ നിനക്ക് എങ്ങനെ പരിചയം? ബോസ്, ഒരു ഫോണുണ്ട്. ഓ, ഇയാൾക്ക് പിന്നെ പെണ്ണുങ്ങൾക്കിട്ടേ വേറെ ഒന്നും വേണ്ടല്ലോ. ബോസ്, ഒരു ഫോണുണ്ട്. ആരാ വിളിക്കുന്നത്? അറിയില്ല ആരാന്ന്, ബൈക്ക് തരാൻ പറഞ്ഞു. ഹലോ നീതു ബേബി, നീയോ? ഹലോ ബഡാ സാബ്, നീതുവാ. ആയേ, നിന്നോട് കുറെ ആൾക്കാർ ഹായ് പറയാൻ പറഞ്ഞിട്ട് നീ എല്ലാരോടും ഒന്ന് പറയോ? എല്ലാരോടും ഒന്നിച്ച് പറയാൻ പറ്റുമോ അറിയില്ല. കുറച്ച് ആൾക്കാരോട് ഞാൻ ഇന്ന് എന്തായാലും പറയും. റീനമോൾ ഹായ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? പിന്നെ മിസ്രി ഹായ് പറയാൻ പറഞ്ഞിരുന്നു. മിസ്രിയ ഹായ്. പിന്നെ റഫിയ ബിസ്മിൽ ഹായ് പറയാൻ പറഞ്ഞിരുന്നു. എന്തൊക്കെയാ റഫിയ, എന്താ ചെയ്യുന്നത്? സ്കൂളിൽ പഠിക്കുകയാണോ? പിന്നെ ഹായ് പറയാൻ പറഞ്ഞ നസ്വ സലാബിയും ആയിഷ നെയ്സി ഹായ് പറയാൻ പറഞ്ഞിട്ട് ഹായ് നസ്വ സലാബി, ഹായ് ആയിഷ. പിന്നെ ഷഹാന ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഹായ് ഷഹാന. ഇനി കുറച്ചുകൂടെ ആൾക്കാരുണ്ട്, അവർക്ക് നാളെ തരാം കേട്ടോ. ഓക്കെ ബൈ. എല്ലാരും വീഡിയോ ഫുൾ കാണാൻ കേട്ടോ. എന്നാ ശരി.